അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ബേബി പൊട്ടറ്റോസ് ആണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നല്ലതുപോലെ ചെളിയും മണ്ണും ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുള്ള 700 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ബേബി പൊട്ടറ്റോസ്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് തൊലിയോടുകൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, തൊലി മാറ്റേണ്ട ആവശ്യമില്ല. ബേബി പൊട്ടാറ്റോസ് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം രണ്ടായിട്ട് മുറിക്കുക, എന്നിട്ട് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച ബേബി പൊട്ടാറ്റോസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെന്ത് കുഴയരുത്, ഒരു 80% മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. 80%-ഓളം ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ഇട്ട് വേവിക്കരുത്, എന്നാൽ പിന്നെ വെന്ത് കുഴഞ്ഞു പോകും. ഇത് വെള്ളത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതായത് വെള്ളത്തിൽ നിന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ മുഴുവനും മാറ്റിയതിന് ശേഷം ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചൂട് മാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഇനി വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് മുരിങ്ങയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. 2 കപ്പാണ് മുരിങ്ങയില എടുത്തിട്ട് അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 2 കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യുക. നമ്മളിതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല, ഇഞ്ചിയാണ് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം. വലിയ ജീരകവും ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ മല്ലിയാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, മുഴുവൻ മല്ലിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ഈ ഇല എല്ലാം ഒന്ന് വാടി കിട്ടണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇലകളെല്ലാം വാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് 1 ടീസ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലോണം മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിലും കോൺഫ്ലോർ എടുക്കാം, അരിപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സാധാരണ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കശ്മീരി മുളക് പൊടി നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം തിളച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം.
അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്, കുറച്ച് നനവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഒഴിക്കരുത്, കയ്യിൽ കുറച്ചായിട്ട് വെള്ളം തളിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചൊഴിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് കടലപ്പൊടിയുടെ കുറവുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് ഉരുളക്കിഴങ്ങെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതാ കിടപ്പുണ്ട്. ഇനി കൈ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറച്ചായിട്ട് മിക്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. കുറച്ചധികം മിക്സ് എടുക്കുക. നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ നമ്മൾ എടുക്കില്ല, അത്രയും വലുപ്പത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈയിൻ്റെ മറുവശം വെച്ചിട്ട് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഒന്ന് പരത്തിയതിന് ശേഷം എല്ലാ വശവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ഒന്ന് പരത്തി എല്ലാ വശവും ഒരേ ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഉരുട്ടി പരത്തി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് മൊരിഞ്ഞ് വരണം. ഒരു വശം മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരണം. 2 വശവും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബേബി പൊട്ടാറ്റോസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്